പങ്കാളി തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള നിരന്തരമായ ഭയമാണ് പലരെയും ബന്ധത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിന് പിന്നില് 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ചില അനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്ത ചിന്തയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു സമയത്ത് പ്രൈമറി കെയർ ഗീവർ നിങ്ങൾക്ക് വേണ്ടത്ര കെയറും അല്ലെങ്കിൽ അറ്റൻഷനും എഫെക്ഷനും ഒന്നും തന്നിട്ടുണ്ടാവില്ല. നെഗ്ലക്റ്റും ഇഗ്നോറൻസും ഒക്കെ കാരണം നിങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിയിട്ടുണ്ടാകും. അപ്പൊ അഡൽട്ട് ആകുമ്പോഴും ആ ഇന്നർ ചൈൽഡ് അവിടെ ഇരുന്ന് പറയും ഇതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല എന്നുള്ള തരത്തില്. രണ്ടാമത്തേത് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. നമുക്കൊരു വ്യക്തിയോട് അടുപ്പം കാണിക്കുന്ന രീതി, അതിനെയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതൊരു ആങ്ഷ്യസ് ഓറിയന്റഡ് ആയിട്ടുള്ളതായിരിക്കാം. ആ വ്യക്തിയിൽ നിന്ന് നിരന്തരം റീഅഷുറൻസ് കിട്ടണം, കൺസിസ്റ്റൻസി കിട്ടണം, എങ്കിൽ മാത്രമേ ആ വ്യക്തി തന്നെ ഉപേക്ഷിച്ച് പോകില്ല എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് അൺറിസോൾവ് ആയിട്ടുള്ള ട്രോമയിൽ നിന്നും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെൽഫ് വർത്തിനെ കുറിച്ചുള്ള ഒരു ബോധമില്ലാത്തത് കൊണ്ടുമാണ്. അവനവന്റെ മൂല്യം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അല്ലെങ്കിൽ പണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് എനിക്ക് ഈ പറയുന്ന ഒരു വ്യക്തി എന്നെ ഉപേക്ഷിച്ചു പോയത് എന്നൊക്കെയുള്ള ട്രോമ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകൾ വരാൻ, പേടി വരാൻ, ഭയം വരാനൊക്കെ കാരണമാണ്. എന്ത് തന്നെ ആയാലും ഫിയർ ഓഫ് അബാൻഡൻമെന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനുള്ളിലെ ഈ ഫിയർ ഒക്കെ നല്ല രീതിയിൽ സോൾവ് ആയി തന്നെ വേണം മുന്നോട്ട് പോകാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ബന്ധത്തിനുള്ളിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.